5 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൈലാസ് മാനസ സരോവരിലേക്ക് വീണ്ടും യാത്ര ആരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയും ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളെയും തുടർന്ന് നിർത്തിവെച്ച യാത്രയാണ് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഈ വർഷം ജൂൺ 30-ന് യാത്ര പുനരാരംഭിക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ഭക്തിയുടെ നിറവിൽ പ്രകൃതിയെ തൊട്ടറിഞ്ഞൊരു യാത്ര. ടിബറ്റൻ മലനിരകൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന മഞ്ഞു പുതച്ച പർവ്വതങ്ങൾ, ചുറ്റും നീല ജലാശയം. അതാണ് മാനസ സരോവർ. പ്രകൃതിയും ഭക്തിയും അതിന്റെ പൂർണ്ണതയിൽ സംഗമിക്കുന്ന അപൂർവ സ്ഥലം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഭഗവാൻ പരമശിവൻ കുടുംബസമേതം കുടികൊള്ളുന്ന ഇടമാണ് കൈലാസം. ഇവിടേക്കാണ് നീണ്ട 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യാത്ര പുനരാരംഭിക്കുന്നത്. ഇന്ത്യ ചൈന വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ തീരുമാനമായത്. ജൂൺ 30 മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ വർഷത്തെ മാനസ സരോവർ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 17,000 അടി ഉയരത്തിലാണ് മാനസ സരോവർ സ്ഥിതി ചെയ്യുന്നത്. ജൈന, സിഖ് മതക്കാരും ഇവിടെ എത്താറുണ്ട്. മടക്കയാത്രയടക്കം 22 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണിത്. മലനിരകളിലൂടെയുള്ള യാത്രയിൽ ഭക്തി മാത്രം പോരാ, മികച്ച ശാരീരിക ക്ഷമതയും അനിവാര്യമാണ്. ഡൽഹിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലൂടെ ലിബുലേഖ് പാസ് വഴിയും സിക്കിമിലൂടെ നാഥുല പാസ് വഴിയും കൈലാസത്തിലെത്താം. ചൈനയുടെ പ്രത്യേക വിസയുണ്ടെങ്കിലേ യാത്ര നടക്കൂ. ഈ വർഷം 720 തീർത്ഥാടകർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. 48 പേർ വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും യാത്ര. 48 പേർ അടങ്ങുന്ന 5 സംഘങ്ങൾക്ക് ലിബുലേഖ് പാസ് വഴിയും 48 പേർ അടങ്ങുന്ന 10 സംഘങ്ങൾക്ക് നാഥുല പാസ് വഴിയും പോകാനാണ് അനുമതി. ഓൺലൈനായാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്.